വെൽക്കം ടു NRA വേൾഡ്. അമേരിക്കയിലേക്ക് പോകാൻ ശ്രമിക്കുന്നവർക്ക് മറ്റൊരു കടമ്പ കൂടി വരുന്നു. ഇനി മുതൽ കുടിയേറ്റക്കാർ അമേരിക്കൻ വിരുദ്ധരാണോ എന്ന് പരിശോധിക്കും. തീരുമാനത്തിനെതിരെ പ്രതിഷേധം പുകയുന്നുണ്ട്. അപേക്ഷകരുടെ സ്വഭാവ ഗുണം പരിശോധിക്കാൻ US സിറ്റിസൺഷിപ്പ് ആൻഡ് എമിഗ്രേഷൻ സർവീസിനാണ് ചുമതല. ഗ്രീൻ കാർഡ് പോലുള്ള ആനുകൂല്യങ്ങൾക്കായി അപേക്ഷിക്കുന്നവരുടെ അമേരിക്കൻ വിരുദ്ധത, തീവ്രവാദ, ജൂതവിരുദ്ധത കാഴ്ചപ്പാടുകൾ ഉദ്യോഗസ്ഥർ ചികഞ്ഞെടുക്കും. എന്താണ് അമേരിക്കൻ വിരുദ്ധത എന്ന് അധികൃതർ വ്യക്തമാക്കിയിട്ടില്ല. പുതിയ തീരുമാനം എങ്ങനെ, എപ്പോൾ നടപ്പാക്കുമെന്നും വ്യക്തമല്ല. ആയിരത്തി 1952 നിയമപ്രകാരം കമ്മ്യൂണിസ്റ്റുകളാണ് പ്രധാനമായും അമേരിക്കൻ വിരുദ്ധർ. ഇസ്രായേലിനെതിരായ നിലപാടുകൾ കാരണം നിരവധി ആളുകളുടെ വിസകൾ ട്രംപ് ഭരണകൂടം റദ്ദാക്കിയിട്ടുണ്ട്. ഇതേ പേരിൽ വിദ്യാർത്ഥികളെയും സർവകലാശാലകളെയും ട്രംപ് ഭരണകൂടം കുറ്റപ്പെടുത്തിയിരുന്നു. ദുബായ് ഇപ്പോൾ വിദേശികൾക്കായി വെർച്വൽ വർക്ക് വിസ നൽകുന്നു. 1 വർഷം ദുബായിൽ താമസിച്ച് ജോലി ചെയ്യാം. അറിയാം വിശദമായി. ഈ വിസയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്നത് UAE ഒരു സ്പോൺസറുടെ ആവശ്യമില്ല എന്നതാണ്. വിസ ലഭിക്കുന്നവർക്ക് സ്വന്തം ചെലവിൽ ദുബായിൽ താമസിക്കാനും വീട്ടിലിരുന്നു കൊണ്ട് ജോലി ചെയ്യാനും സാധിക്കുന്നു. അതേസമയം 1 വർഷത്തേക്കാണ് വിസ. വിസ ഉടമകൾക്ക് കുടുംബാംഗങ്ങളെയും സ്പോൺസർ ചെയ്യാം. ഒപ്പം തന്നെ 1 വർഷത്തിന് ശേഷം വിസ പുതുക്കാനും കഴിയും. വളരെ എളുപ്പത്തിൽ ഓൺലൈനായി അപേക്ഷിക്കാവുന്നതാണിത്. ന്യൂസിലാൻഡ് സ്റ്റുഡന്റ് വിസയ്ക്കായി ഇനി ഓൺലൈനായും അപേക്ഷിക്കാം. അടുത്ത മാസം മുതൽ ഈ സംവിധാനം പൂർണ്ണമായും നിലവിൽ വരും. പഴയ സംവിധാനം വഴി ഓഗസ്റ്റ് 17-നോ അതിനു മുമ്പോ സമർപ്പിച്ച അപേക്ഷകളുടെ നടപടികൾ തുടരും. പഴയ രീതിയിലുള്ള അപേക്ഷകൾ സെപ്റ്റംബർ 17-നകം സമർപ്പിക്കണം. ഗൾഫ് മേഖലയിലെ ഔദ്യോഗിക വിവരങ്ങളുമായി NRA ഡെസ്ക്. ഖത്തറിൽ വാഹന രജിസ്ട്രേഷൻ പുതുക്കാനുള്ള സമയപരിധി ഡിസംബർ 31 വരെ നീട്ടി. രജിസ്ട്രേഷൻ പുതുക്കൽ കേന്ദ്രങ്ങളിലെ തിരക്കും വാഹന ഉടമകളുടെ ആവശ്യവും കണക്കിലെടുത്താണ് സമയപരിധി നീട്ടിയത്. UAE അധ്യാപകർക്ക് വിസ പുതുക്കാനും പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് നിർബന്ധമാക്കി. നേരത്തെ 6 മാസം കാലാവധി ഉണ്ടായ സർട്ടിഫിക്കറ്റിന്റെ കാലാവധി 1 മാസമാക്കി വെട്ടിച്ചുരുക്കി. ഊർജ്ജ മേഖലയുമായി ബന്ധപ്പെട്ട ബഹ്റിൻ ആഗോള സമ്മേളനം നടത്തുന്നു.
മിഡിൽ ഈസ്റ്റ് ഓയിൽ ഗ്യാസ് ജിയോ സയൻസസ് കോൺഫറൻസ് എന്നാണ് സമ്മേളനത്തിന്റെ പേര്. സെപ്റ്റംബർ 16 മുതൽ 18 വരെയാണ് സമ്മേളനം. ബഹ്റൈനിൽ പൊതു സ്വകാര്യ മേഖലകളിൽ ജോലി ചെയ്യുന്ന അംഗപരിമിതർക്ക് തൊഴിൽ പിന്തുണ നൽകാൻ പുതിയ പദ്ധതി. തൊഴിലാളി ജോലി മാറിയാലും ആദ്യത്തെ 2 വർഷം പൂർണ്ണമായും ശമ്പളം നൽകുന്നതുൾപ്പെടെയാണ് പദ്ധതി. യാത്രക്കാർക്ക് പുതിയ ഓഫറുമായി ദോഹ മെട്രോ 365 ദിവസം കാലാവധിയുള്ള മെട്രോ പാസ് പുറത്തിറക്കി. 990 റിയാലാണ് ഈ വാർഷിക പാസിന്റെ നിരക്ക്. NRI വേൾഡ് ഡെസ്റ്റിനേഷൻ, ഒരു ലോക സഞ്ചാരം. ജപ്പാനിൽ ഒരു ക്ഷേത്രമുണ്ട്. അരിയുടെ പേരിലാണ് ഇവിടം അറിയപ്പെടുന്നത്. NRI വേൾഡിൽ അവസാനമായി ഡിഷസ്. പല നാടുകൾ, പല രുചികൾ. മുളയുടെ പേരിലുള്ള ഒരു ചൈനീസ് നൂഡിൽസ്. വളരെ പുരാതന കാലം മുതൽ പ്രചാരമുള്ള ഒരു വിഭവം.